സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പോലീസ് ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചു. DNA പരിശോധനാ ഫലം രേഖാമൂലം കിട്ടിയതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി. ദീപക് ധർമ്മടം വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ഇതിൽ ഈ ഹേമചന്ദ്രൻ തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്നത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുക എന്നത് പ്രധാനമായിരുന്നു. അതിന്റെ ഭാഗമായി DNA പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അത് വന്നു. ഹേമചന്ദ്രന്റെ മൃതദേഹം എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നു. ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ് അടുത്ത നടപടി. അത് നാളെ തന്നെ നൽകും എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് അറിയിക്കുന്നത് എന്താണ് ദീപക്? റീജിത്തിൽ കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഇപ്പോൾ പോലീസ് പിന്നിട്ടിരിക്കുന്നത്. കാരണം അജ്ഞാതമായ ഒരു മൃതദേഹം ഒരു തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമാണെന്ന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് തെളിയുന്നത്. ഒരു മാൻ മിസ്സിംഗ് കേസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നു. ആ തട്ടിക്കൊണ്ടുപോകൽ യഥാർത്ഥത്തിൽ വാടക വീട്ടിൽ നിന്നും ആൾ പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തിയില്ല എന്നുള്ള കേസാണ്. അതാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം ഈ വയനാട്ടിൽ നിന്നും കണ്ടെടുക്കുന്ന നിലയിലേക്ക് എത്തിയത്. അങ്ങനെ അതിനെ തുടർന്ന് ഏതാണ്ട് 7 പേർ ഇതിനകം തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തു. ഈ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു ഈ കണ്ടെടുത്ത മൃതദേഹം. അതായത് മണ്ണിനടിയിൽ കുടിച്ചിട്ട നിലയിൽ നിന്നും ഏതാണ്ട് ജീർണിച്ച നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെടുത്തത്. ആ മൃതദേഹത്തിന്റെ സാമ്പിൾ എടുത്തുകൊണ്ട് DNA-യിൽ സ്ഥിരീകരണം കിട്ടുക എന്നുള്ളത്, ആ സ്ഥിരീകരണം കിട്ടലും ഏറെ പ്രതിസന്ധിയിലായിരുന്നു. കാരണം ഈ ഒന്ന് പഴകിയ മൃതദേഹാംശമായതുകൊണ്ട് തന്നെ ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് ഇതിന്റെ സാമ്പിൾ മാച്ചിങ് നടത്തിയത്. ആ സാമ്പിൾ മാച്ചിങ്ങിൽ ഹേമചന്ദ്രന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ കത്ത് പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് രാത്രി തന്നെ കുടുംബത്തെ ബന്ധപ്പെട്ടു. നാളെ 11 മണിയോടുകൂടി മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബത്തിന് വരാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് മൃതദേഹം. അത് കോഴിക്കോട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മോർച്ചറിയിൽ നിന്നും നാളെ കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകും. ഈ കേസിന്റെ ഒരു നിർണായക ഘട്ടമാണ് ഇപ്പോൾ നീങ്ങുന്നത്. റീജിത്ത്. ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊല്ലപ്പെട്ടത് ഹേമചന്ദ്രൻ തന്നെയാണ്. ആ മൃതദേഹം ഹേമചന്ദ്രന്റെ തന്നെയാണ് എന്ന് DNA പരിശോധനാ ഫലത്തിലൂടെ സ്ഥിരീകരിക്കുന്നു പോലീസ്. പ്രധാന നടപടി പൂർത്തിയായതോടുകൂടി ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാളെ രാവിലെ 11 മണിക്ക് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി എത്താം എന്നുള്ള കാര്യം കുടുംബത്തെ പോലീസ് അറിയിച്ചിട്ടുണ്ട്.